നമസ്കാരം. ഞാനിന്നിവിടെ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരട്ടെ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടി വരട്ടെ. ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയൊരു സവാള അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. ഇതൊന്ന് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൂക്കൊന്നും വേണ്ട, നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണമൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 5 തക്കാളി കേട്ടോ, മീഡിയം സൈസ് 5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഞാൻ ഇനി ഒന്ന് 5 മിനിറ്റ് അടച്ച് വെക്കട്ടെ കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. നമ്മൾ കുക്കറിൽ ഇനി ഒന്നും കൂടി നമുക്കിത് വെന്ത് കിട്ടും. അപ്പം ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. എനിക്ക് ഞാൻ എന്താ പറയുക, മല്ലിച്ചപ്പ് അതുപോലെ പുതിന കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് പാകത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചതാണ്. ഇത് ബിരിയാണി റൈസാണ് കേട്ടോ. ഏത് റൈസ് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ബിരിയാണി റൈസാണ് ഇട്ടേക്കുന്നത്. ഞാൻ അതിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് 3 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചത്. അപ്പോൾ അത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് തള വന്നു തുടങ്ങി. ഞാനിത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ റൈസൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. ഉണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 1 വിസിലാട്ടോ കൊടുത്തത്. 1 വിസിൽ കൊടുത്തു. പിന്നെ എയർ പോവോളം അവിടെ വെച്ചു. എന്നിട്ട് എയർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കുക്കർ തുറന്നു നോക്കിയത്. ഇനിയിപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി റൈസൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.